ഗൈസ് അസ്സലാമലൈക്കും. ഇന്ന് ഡേ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കൂടൽപ്പുരയിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ കൂടൽപ്പുരക്ക് പാർക്കൽപ്പുര അങ്ങനെ ഓരോന്ന് പറയും. എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം ഞാനും എൻ്റെ അനിയനും എണീറ്റു. അങ്ങനെ നമുക്കിന്ന് കുറേ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എണീച്ചിട്ട് വേണം ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് എണീക്കണം, പൊന്താനൊരു പണിയാട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പണിയും ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് വാരി കെട്ടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചൂടത്തായാലും തണുപ്പത്തായാലും ഇതൊരു ശീലമാട്ടോ. എപ്പം നോക്കിയാലും ഇങ്ങനെ പൊന്തിച്ച് വാരി കെട്ടണം, അത് എൻ്റെ ഒരു ഹോബാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കെട്ടിക്കുന്ന ഒരു സുഖം കിട്ടൂല കേട്ടോ. ഞാൻ എന്തോ ഒരു ഇതില്ല അങ്ങ് കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഇതൊക്കെ ആയിട്ട് ഞാനങ്ങ് കുടുക്കി കളഞ്ഞു കേട്ടോ. ശേഷം നമുക്ക് പല്ലേക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പം ഉമ്മച്ചി പറഞ്ഞു പല്ലേക്കുന്നതിൻ്റെ മുമ്പ് കിടക്കൊക്കെ ആദ്യം വൃത്തിയാക്കി വെക്കുക. പിന്നെ നമ്മളെ കിടക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. പ്രാന്താണോ വട്ടാന്നൊന്നും അറിയില്ല, എന്തോ ഒരു കളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ എൻ്റെ ഇതൊക്കെ കഴിയാനായി, അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ പൊതുപ്പൊക്കെ ഒന്ന് അടുക്കി വെച്ചു, തൽക്കാണി ഒന്ന് സൈഡോട്ടാക്കി വെച്ചു. അങ്ങനെ ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ബ്രഷിങ് ചെയ്യാം. പിന്നെ ബ്രഷും പേസ്റ്റും എടുത്തു, പേസ്റ്റും വന്ന് ബ്രഷ് എടുത്തു, ബ്രഷും വന്ന് പേസ്റ്റ് എടുത്തു. അതന്നെ. അപ്പം നമ്മൾ പല്ലങ്ങനെ കുണുകുണാ തേച്ചിട്ടോ. അങ്ങനെ എന്താണെന്നറിയാമെന്ന് ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മധുരം പൊളി, മധുരമൊന്നുമില്ലെങ്കിലും അങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ബ്രദറിനും കൊടുത്തു. മറ്റേ ബ്രദർ തിന്നാണ്ട് വേണ്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വന്തം കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനിയൻ റിഹാനാണിത്. അപ്പം അവനൊരു പാത്രവും പ്ലേറ്റും ഒക്കെ കിട്ടി. അങ്ങനെ അതിലും ചിത്തിരി കറിയോ ഒഴിച്ചെടുത്തു. അങ്ങനെ അവൻ അവിടുന്ന് സൈഡിൽ നിന്ന് തിന്നുക കേട്ടോ. അവനൊറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം. അവനാവുമ്പോൾ എന്തെങ്കിലും അവനായിട്ട് ചെയ്യാമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് കാണാം. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരങ്ങൾക്കുള്ളിൽ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പം അതിന് ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. അപ്പം എല്ലാവരും കാണുക. അപ്പം നമ്മളെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കും. നിങ്ങളെല്ലാവരും കൂടുതലോടെയോടെ പോകാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എടുക്കുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പിൽ കുത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ടൈമിനുള്ളിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണ്ട. എൻ്റെ താത്താക്ക് 1K അടിച്ചതാ. കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം യോഗക്ക് കൊടുത്തു. നമുക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സുന്ദരിയാവും. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം മേക്കപ്പ് അതൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ. മേക്കപ്പ് എൻ്റെ വ്യൂ കാണിച്ചു തരാം. അപ്പം ഗൈസ് നമ്മളെ മാറ്റലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കൂടാതെ പോകാൻ നടക്കുക കേട്ടോ. നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. എത്ര ആയിട്ടില്ല, കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കല്യാണ വീട്ടിലെത്തി ചുറ്റുപാടൊക്കെ കാണുന്ന സ്ഥലമാണ് കേട്ടോ. ആൻഡ് ദിസ് മൈ സ്കൂൾ ഫ്രണ്ട് ആൻഡ് ദിസ് ഈസ് ദ കൂടൽ ഹൗസ്.
ബ്യൂട്ടിഫുള്ളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു വീട്. പിന്നെ ഇതായിരുന്നു ഭക്ഷണം, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ പായസവും ജിലേബിയും ഒക്കെ ആയിരുന്നു പോകുമ്പോൾ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പം അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.